നമസ്കാരം. സാംസ്കാരിക വാർത്തകൾ. സർ സയ്യിദ് കോളേജ് അലുമിനി UAE ചാപ്റ്റർ അംഗങ്ങൾ ദുബായിൽ നിന്ന് ഹത്തയിലേക്ക് കുടുംബ വിനോദയാത്ര സംഘടിപ്പിച്ചു. ഡിസംബർ 17 നടന്ന യാത്രയിൽ ഹത്ത മലകയറ്റവും തുടർന്ന് ഹത്ത മസൂദ് അഡ്വഞ്ചറിൽ അംഗങ്ങൾക്കും കുട്ടികൾക്കുമായി വിനോദ മത്സരങ്ങളും ഒരുക്കിയിരുന്നു. UAE പ്രവാസികളായ സർ സയ്യിദ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥികൾക്ക് സ്കോട്ടയിൽ ചേരാനുള്ള മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഉദ്ഘാടനം സ്കോട്ട മുഖ്യ രക്ഷാധികാരിയും പൂർവ്വ വിദ്യാർത്ഥിയും മദീന ഗ്രൂപ്പ് MD-യുമായ അബ്ദുള്ള പോയിൽ നിർവഹിച്ചു. 2024 ജനുവരി 31 വരെയാണ് ഇതിനുള്ള അവസരം. റിയാദിലെ യാര ഇന്റർനാഷണൽ സ്കൂൾ 20ാം വാർഷികം ആഘോഷിച്ചു. സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടികളിൽ മാനേജ്മെന്റ് പ്രതിനിധികളും അധ്യാപകരും അനധ്യാപകരും ഉൾപ്പെടെ നിരവധി പേർ സംബന്ധിച്ചു. DO ഖാലിദ് അൽ ഇദ്രീസ് ഉദ്ഘാടനം ചെയ്തു. രക്ഷാധികാരി ഹബൂബ് റഹ്മാൻ മുഖ്യാതിഥിയായി. സ്ഥാപക പ്രിൻസിപ്പൽ ആസിമ സലീം സ്വാഗതം പറഞ്ഞു. നിരവധി വർഷത്തെ സേവനം കാഴ്ചവെച്ച അധ്യാപകരെയും അനധ്യാപകരെയും സ്വർണ്ണ നാണയങ്ങളും പ്രശംസാ ഫലകങ്ങളും നൽകി ആദരിച്ചു. ഗ്രാൻഡ് മാളിലെ ലുലുവിൽ ഒമാനി ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും തുടങ്ങി. ഹൈപ്പർ മാർക്കറ്റിൽ നടന്ന ചടങ്ങിൽ വാണിജ്യ വ്യാവസായിക മന്ത്രാലയത്തിലെ ഡയറക്ടർ മാനേജർ അഹമ്മദ് അബ്ദുള്ള സയ്യിദ് അൽ റവാസ് മുഖ്യാതിഥിയായി. ഒമാനിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് എക്സിബിഷൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഭക്ഷ്യ ഇനങ്ങളും അല്ലാത്തതുമായ ഉൽപ്പന്നങ്ങൾ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തി. ഡിസംബർ 31 വരെയാണ് എക്സിബിഷൻ ഉണ്ടാവുക. ലുലു സലാല ജനറൽ മാനേജർ നവാബ്, ഷോപ്പ് മാനേജർ അബുല്ലൈസ് എന്നിവരും സംബന്ധിച്ചു. ദിശ മലർവാടി ബാഹർ പാർക്കിൽ ഒരുമിക്കാം ഒത്തുകളിക്കാം എന്ന പേരിൽ ബാലോത്സവം സംഘടിപ്പിച്ചു. ബാലോത്സവവും മീഡിയ വൺ ലിറ്റിൽ സ്കോളർ ലോഞ്ചിങ്ങും സാമൂഹ്യ പ്രവർത്തക രേഖ പ്രേം ഉദ്ഘാടനം നിർവഹിച്ചു. അസീൻ, ആയിഷ എന്നിവരുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച പരിപാടിയിൽ ദിശ വനിതാ ഫോറം പ്രസിഡന്റ് സൽമാൻ നജീബ് അധ്യക്ഷത വഹിച്ചു. നിക്ഷ പ്രഭാകർ സംസാരിച്ചു. സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക. news@pravasibharati.com അല്ലെങ്കിൽ പ്രവാസി ഭാരതി റേഡിയോ news@gmail.com. സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും UAE ഒമാൻ സമയം രാവിലെ 10:30, സൗദി, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ് സമയം രാവിലെ 9:30, ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണിക്ക്. നമസ്കാരം.